നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി ചൊക്കന എസ്റ്റേറ്റിൽ തൊഴിലാളി പാടികൾക്കു സമീപം കാട്ടാനിറങ്ങി നാശനഷ്ടങ്ങളുണ്ടാക്കി. കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് കോടതി അനുവദിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില ഉയർന്നു. പവന് 240 രൂപയാണ് ഉയർന്നത്. പറപ്പുകര ഗ്രാമപഞ്ചായത്തിൽ രാമയ്യർ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ തളിർക്കൂടിന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കല്ലൂർ ആലേങ്ങാട് കപ്പേളയിൽ മോഷണ ശ്രമം നടന്നു. ഭണ്ഡാരത്തിന് പുറത്തെ താഴ് തകർത്താണ് മോഷണം നടത്താനായി ശ്രമിച്ചത്. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി ചൊക്കന എസ്റ്റേറ്റിൽ തൊഴിലാളി പാടികൾക്ക് സമീപം കാട്ടാനിറങ്ങി നാശനഷ്ടങ്ങളുണ്ടാക്കി. പാലപ്പിള്ളി ചൊക്കന എസ്റ്റേറ്റിൽ തൊഴിലാളി പാടികൾക്ക് സമീപം കാട്ടാനിറങ്ങി നാശനഷ്ടങ്ങളുണ്ടാക്കി. കാട്ടാന വാഴകൾ ഒടിച്ചിടുകയും പ്ലാവുകൾ പിടിച്ചുകുലുക്കി ചക്കകൾ കഴിക്കുകയും ചെയ്തു. 2 പാടികളിലേക്കുള്ള സർവീസ് വയറുകളും ആന വലിച്ചു നശിപ്പിച്ചു. രാത്രിയിൽ ഇറങ്ങുന്ന ഒറ്റയാന ഭയന്നാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ കഴിയുന്നത്. കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് കോടതി അനുവദിച്ചത്. കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് കോടതി അനുവദിച്ചത്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതെങ്കിലും 2 ദിവസത്തേക്ക് കോടതി അനുവദിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10-ന് പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കണം. തെളിവെടുപ്പിന് ശേഷം തിങ്കളാഴ്ച വൈകിട്ടാണ് പ്രതിയെ 14 ദിവസത്തേക്ക് ചാലക്കുടി കോടതി റിമാൻഡ് ചെയ്തത്. തിങ്കളാഴ്ച തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ചാണ് കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതി മോഷണശേഷം ബൈക്കിൽ സഞ്ചരിച്ച വഴികളിലൂടെയും പ്രതി സഞ്ചരിച്ചിരുന്ന മാസ്കും കയ്യുറയും കത്തിച്ചു കളഞ്ഞ സ്ഥലത്തും ഉൾപ്പെടെ എത്തിച്ച് ഇനി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ബാഹ്യസഹായം എന്തെങ്കിലും പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ കണ്ടെത്താൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും കണക്കിലെടുത്താണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില ഉയർന്നു. പവന് 240 രൂപയോളം ഉയർന്നു. 1 പവൻ സ്വർണത്തിന്റെ വിപണി നിരക്ക് 63,760 രൂപയായി. തിങ്കളാഴ്ച 400 രൂപയുടെ വർധനവ് ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയങ്ങൾ ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന് ആശങ്ക ഉണ്ടായതോടെ സ്വർണ്ണ നിക്ഷേപം ഉയരുകയും വിപണിയിൽ സ്വർണ്ണവില കൂടുകയും ചെയ്തിരുന്നു. സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ പരിഗണിക്കുന്നതാണ് നിക്ഷേപം വർദ്ധിക്കാനുള്ള കാരണം. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,970 രൂപയായി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,555 രൂപയാണ്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 107 രൂപയാണ്. കല്ലൂർ ആലേങ്ങാട് കപ്പേളയിൽ മോഷണ ശ്രമം നടന്നു. ഭണ്ഡാരത്തിന് പുറത്തെ താഴ് തകർത്താണ് മോഷണം നടത്താനായി ശ്രമിച്ചത്. ഭണ്ഡാരത്തിന് പുറത്തെ താഴ് തകർത്താണ് മോഷണം നടത്താനായി ശ്രമിച്ചത്. എന്നാൽ ഭണ്ഡാരത്തിനകത്ത് ഉണ്ടായിരുന്ന പൂട്ട് തകർക്കാൻ സാധിക്കാത്തതിനാൽ മോഷണം നടത്താനായില്ല. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിലായാണ് ഈ പ്രദേശത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്നും പട്ടാപ്പകൽ 8.5 പവൻ സ്വർണം കവർന്നത്. ഈ കേസിൽ ഇതുവരെയും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കല്ലൂർ, ആലേങ്ങാട്, മുട്ടിത്തടി പ്രദേശങ്ങളിൽ തുടർച്ചയായി മോഷണ ശ്രമം നടക്കുന്നുണ്ടെന്നും ഈ ഭാഗത്ത് റബ്ബർ ഷീറ്റുകളും ഒട്ടുപാലും കാണാതാവുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 20-ന് രാത്രി മേജർ സെറ്റ് കഥകളി, 21-ന് കൊടിപ്പുറത്ത് വിളക്ക്, 24-ന് ഏകാദശി വിളക്ക്, 26-ന് മഹാശിവരാത്രി നാളിൽ
പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, പ്രസാദൂട്ട്, സംഗീത കച്ചേരി, 5 ആനകളെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പ്, കലാമണ്ഡലം മോഹന മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം, 27-ന് ആറാട്ട് എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രതിനിധി കൈമുക്ക് വാസുദേവൻ, ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. വയലൂര് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ്. അവിടെ 26-ാം തീയതി ശിവരാത്രി, 27-ാം തീയതി ആറാട്ടോടുകൂടി. പിന്നെ അതിന് പുറത്ത് ഒരു തായമ്പകയുണ്ട്, പനാവൂര് ശ്രീഹരിയുടെ തായമ്പക. വൈകിട്ട് കലാപരിപാടികൾ. അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ബുധനാഴ്ച മയക്കുവെടിവെക്കും. അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ബുധനാഴ്ച മയക്കുവെടിവെക്കും. ഇതിനായി ഡോക്ടർ അരുൺ സക്രിയയും സംഘവും അതിരപ്പിള്ളിയിലെത്തിയിട്ടുണ്ട്. കൂടുനിർമ്മാണ ജോലികൾ ചൊവ്വാഴ്ച പൂർത്തിയാക്കും. ബുധനാഴ്ച അതിരാവിലെ തന്നെ മയക്കുവെടിവെക്കാനാണ് നീക്കം. ആനയുടെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിലായതിനാൽ മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യം ദുഷ്കരമാണ് എന്നാണ് വിലയിരുത്തൽ. അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ആന. അതേസമയം മലയാറ്റൂർ റോഡിലെ PCK ചെക്ക് പോസ്റ്റ് അടച്ചു. പരുക്കേറ്റ ആനയെ പിടികൂടാൻ എത്തിച്ച കുങ്കി ആനകളെ കാണാൻ ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് കുങ്കി ആനകൾക്ക് ശല്യമായി മാറിയതോടെയാണ് ചെക്ക് പോസ്റ്റ് അടച്ചത്. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് 3 മാസമായി ശമ്പളം നിഷേധിക്കുന്ന സർക്കാർ നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർമാരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോൾ നൽകി വരുന്ന 7,000 രൂപയിൽ നിന്ന് മിനിമം 21,000 രൂപയായി പ്രതിമാസ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നും സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. നവംബർ മാസം മുതൽ മുടങ്ങിക്കിടക്കുന്ന ആശാ വർക്കർമാർക്കുള്ള ശമ്പളം ഉടൻ അനുവദിക്കുക, ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സർവീസ് റൂൾസ് ആശാ വർക്കർമാർക്ക് ബാധകമാക്കുക, 11ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലെ വേതനവും ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക എന്നിവയാണ് ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ട്രഷറർ വിജിനി ഗോപി, ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, ഫാത്തിമ വലപ്പാട്, ജയശ്രീ കൊച്ചുഗോവിന്ദൻ, ജ്ഞാനേശ്വരി ദിലീഷ്, വിജി ഏലിയാസ്, ശൈലജ മുകുന്ദൻ, ഗീത രതീഷ് എന്നിവർ പ്രസംഗിച്ചു. അവരാണ് ഭരിക്കുന്നത്. AKG സെന്ററിൽ ഇരുന്ന് CITUവിന്റെ തന്നെ ഉന്നതരായിട്ടുള്ള എളമരം കരീം ഉൾപ്പെടെയുള്ള ഉന്നതരായ നേതാക്കന്മാരെ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിനെ പിന്താങ്ങുന്ന ഭരണകക്ഷിക്ക് ഈ ആശാ വർക്കേഴ്സിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം വർദ്ധിപ്പിക്കാനും തുച്ഛമായി ലഭിക്കുന്ന അവരെ ഓണറിയെ കൃത്യസമയത്ത് കൊടുക്കാനും അവർക്ക് കഴിയും. പാലപ്പിള്ളി ഹാരിസൺസ് മലയാളം ലിമിറ്റഡിലെ മുപ്പിളി, കുണ്ടായി, ചൊക്കന എസ്റ്റേറ്റുകളിലെ പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് AITUC, INTUC, CITU, BMS യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കുണ്ടായി എസ്റ്റേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിച്ചു. 2ാം ദിവസത്തെ സമരം റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് CITU പ്രസിഡന്റ് PG വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ബിൽ ക്യാഷ് കാലതാമസം കൂടാതെ വിതരണം ചെയ്യണം, വർക്ക്മെൻ കോമ്പൻസേഷൻ വിതരണം ചെയ്യുന്നതിലെ അനാസ്ഥ അവസാനിപ്പിക്കണം, ശമ്പളം വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കണം, തൊഴിലാളികൾ ചെയ്യുന്ന എക്സ്ട്രാ വർക്കുകൾക്ക് മിനിമം വേതനം നൽകണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു. PP സതീശൻ, AITUC പ്രതിനിധി KK ബാവ, CITU പ്രതിനിധി PS സത്യൻ, INTUC പ്രതിനിധി കുഞ്ഞു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ്, INTUC ജനറൽ സെക്രട്ടറി ആന്റണി കുറ്റുകാരൻ, BMS പ്രതിനിധി PR ശ്യാം, AITUC പ്രതിനിധി KK രവി എന്നിവർ പ്രസംഗിച്ചു. നെന്മണിക്കര MKMC UP സ്കൂളിൽ എക്സൈസ് വിമുക്തി മിഷൻ, പോലീസ് വകുപ്പ്, ക്ലബ് FM എന്നിവരുമായി സഹകരിച്ച് മയക്കുമരുന്നിനെതിരെ പാനൽ ചർച്ച സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു വിപത്തിനെ കൂട്ടായ്മയോടെ പ്രതിരോധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. ചടങ്ങിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുകയും സൗജന്യ പച്ചക്കറി വിതരണം ചെയ്യുകയും ചെയ്തു. വീട്ടിൽ വന്നത് തന്നെ 2 ഒച്ചമ്പകൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്ന് ഈ ടെലിവിഷൻ മറ്റൊന്നും ഇല്ലാത്ത കാരണം ഈ ഒച്ചമ്പകളൊക്കെ കേൾക്കും. ഇന്നിപ്പോ ഇതിൽ ഒച്ചമ്പകളും കൂടി ആ ടെലിവിഷനൊക്കെ ഒന്ന് സൗണ്ട് ഉപയോഗിച്ച് അവിടെ ലാപ്ടോപ്പൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് 2 റീൽസ് ഒക്കെ വെച്ച് പുറത്തേക്ക് കേൾക്കില്ല. ഇതിന്റെ സൗണ്ട്
ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വഴിയാത്രക്കാരിയായ ഗൃഹനാഥയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. ചൊവ്വാഴ്ച പകൽ 10:30 വല്ലപ്പാടിയിലായിരുന്നു സംഭവം. കൊടകര പഞ്ചായത്തിന്റെ നികുതി സംഭരണ ക്യാമ്പിൽ പോയി നികുതി അടച്ച വീട്ടിലേക്ക് വരികയായിരുന്ന വല്ലപ്പാടി സ്വദേശി ഗ്രേസിയുടെ മാലയാണ് ബൈക്കിൽ എത്തിയവർ പൊട്ടിക്കാൻ ശ്രമിച്ചത്. കൊടകര പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പറപ്പുകര ഗ്രാമപഞ്ചായത്തിൽ രാമയ്യർ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ തളിർക്കൂടിന്റെ 1ാംഘട്ട ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ എന്നിവർ മുഖ്യാതിഥികളായി. MLAയുടെ ആസ്തി വികസന ഫണ്ട് 30 ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ 8 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത്. പറപ്പുകര ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണിത്. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PT കിഷോർ, വിവിധ പഞ്ചായത്തുകളുടെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, റീന ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗം KK പ്രകാശൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, CDS ചെയർപേഴ്സൺ സരിത തിലകൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അശോകൻ പന്തലൂർ, വിജയൻ തിരുനിലത്തിൽ, സുധൻ കാറിയിൽ, അരുൺ പന്തലൂർ, സുധീർ ചന്ദ്രൻ, എഴുത്തുകാരൻ, ബഡ്സ് സ്കൂളിന് സ്ഥലം സംഭാവന നൽകിയ R അനന്തനാരായണൻ എന്നിവർ സന്നിഹിതരായി. വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും കൊണ്ട് ഏറെ സമ്പുഷ്ടമായ ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി. പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, വിറ്റാമിൻ C, ഫൈബർ തുടങ്ങിയവ ഇവയിൽ അടങ്ങിയിരിക്കുന്നു. റിപ്പോർട്ട് കാണാം. അയൺ, കോപ്പർ, ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ സ്ത്രീകൾ പതിവായി ഇവ കഴിക്കുന്നത് ഇരുമ്പിന്റെ അഭാവം അകറ്റാനും വിളർച്ചയെ തടയാനും സഹായിക്കും. പ്രത്യേകിച്ച് ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിൽ വിളർച്ചയും ക്ഷീണവുമൊക്കെ കാണപ്പെടാം. അയൺ അടങ്ങിയ കറുത്ത ഉണക്കമുന്തിരി കുതിർത്ത് കഴിക്കുന്നത് ഇരുമ്പിന്റെ അഭാവം അകറ്റാനും വിളർച്ചയെ തടയാനും ക്ഷീണം അകറ്റാനും സഹായിക്കും. ശരീരത്തിന് വേണ്ട ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ധാതുക്കൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ഉണക്കമുന്തിരിയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ എല്ലുകൾക്ക് ശക്തിയേകാനും സഹായിക്കും. നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ കറുത്ത ഉണക്കമുന്തിരി കുതിർത്ത് കഴിക്കുന്നത് മലബന്ധം അകറ്റാനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഗുണം ചെയ്യും. ആന്റി ഓക്സിഡന്റുകളോടൊപ്പം പൊട്ടാസ്യവും ധാരാളം വിറ്റാമിനുകളും അടങ്ങിയതിനാൽ ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും ഗുണം ചെയ്യും. ഉണക്കമുന്തിരി ശീലമാക്കുന്നത് നിരവധി ക്യാൻസർ സാധ്യതകളെ തടയാൻ സഹായിക്കും എന്നും ചില പഠനങ്ങൾ പറയുന്നു. പ്രതിരോധശേഷി കൂട്ടാനും ഉറക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാനും ഹോർമോൺ പ്രശ്നങ്ങളെ തടയാനും കുതിർത്ത ഉണക്കമുന്തിരി കഴിക്കാം. ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കറുത്ത ഉണക്കമുന്തിരി കുതിർത്ത് കഴിക്കാം. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിലെ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികളിൽ ഒഴിവുള്ള 46 അപ്രന്റീസ് നഴ്സ്, ഒരു പാരാമെഡിക്കൽ അപ്രന്റീസ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്രന്റീസ് നഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. BSc നഴ്സിംഗ് യോഗ്യതയുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും പരിഗണിച്ച ശേഷമേ ജനറൽ നഴ്സിംഗ് യോഗ്യതയുള്ളവരെ പരിഗണിക്കുകയുള്ളൂ. പാരാമെഡിക്കൽ അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച മെഡിക്കൽ കോഴ്സ് പാസ്സായിരിക്കണം. 21-നും 35-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 25 വൈകിട്ട് 5-നുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487236031. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7970 രൂപ, പവന് 63,760 രൂപ. ചെങ്ങന്നൂർ തരകൻ കുരിശ്ശേരി ഡേവിസ് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിൽവിയാണ് ഭാര്യ. ഐവിൻ, ഐറിൻ എന്നിവർ മക്കളാണ്. കരുവാപ്പടി തെക്കേക്കര കാട്ടുങ്ങൽ അമ്മിണി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദു മകളും അരവിന്ദ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പള്ളി ചൊക്കന എസ്റ്റേറ്റിൽ തൊഴിലാളി പാടികൾക്കു സമീപം കാട്ടാനിറങ്ങി നാശനഷ്ടങ്ങളുണ്ടാക്കി.
കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് കോടതി അനുവദിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില ഉയർന്നു. പവന് 240 രൂപയാണ് ഉയർന്നത്. പറപ്പുകര ഗ്രാമപഞ്ചായത്തിൽ രാമയ്യർ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ തളിർക്കൂടിന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കല്ലൂർ ആലേങ്ങാട് കപ്പേളയിൽ മോഷണ ശ്രമം നടന്നു. ഭണ്ഡാരത്തിന് പുറത്തെ താഴ് തകർത്താണ് മോഷണം നടത്താനായി ശ്രമിച്ചത്. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.